അപ്പോൾ ഷാജു ചേട്ടൻ ചെയ്യേണ്ടത് ഇപ്പൊ ഇമാജിൻ ചെയ്യാം, കോളേജിൽ പഠിക്കുന്ന ഒരു കാലം ഇമാജിൻ ചെയ്യാം. കോളേജിൽ ഇങ്ങനെ കോളേജിന്റെ വരാതെ കൂടെ നടക്കുമ്പോൾ ലൈബ്രറി കാണുകയാണ്. അപ്പോൾ ലൈബ്രറിക്ക് അകത്തോട്ട് പോയി, അകത്തോട്ട് പോയപ്പോ കേറാറില്ല അവിടെ, എന്നാലും ആക്ച്വലി ഉണ്ടോ അങ്ങനെ ഒരു അപ്പോൾ ചേട്ടൻ അതുവഴി ഇങ്ങനെ നടന്നു പോയപ്പോൾ ഷെൽഫിൽ കുറെ ബുക്കുകൾ ഇരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് റാൻഡംലി ഒരു ബുക്ക് ഇഷ്ടപ്പെട്ടു. ആ ബുക്ക് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കയ്യിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പേജ് 1 by 1 ആയിട്ട് മറിച്ചു പോയി. അപ്പോൾ ഒരു പേജ് എത്തിയപ്പോൾ അതിനകത്തൊരു വാക്ക് സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ, ആ വാക്ക് ഇപ്പോൾ കണ്ടു. വേണമെങ്കിൽ ചേട്ടൻ ആ വാക്ക് ചേഞ്ച് ചെയ്യാം. അന്ന് ഇഷ്ടമുള്ള ഒരു വാക്ക് കണ്ടു. ഞാൻ ആ ബുക്ക് എടുത്ത് വായിച്ചു. അപ്പൊ അതിലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വേർഡ് കണ്ടു. ഓക്കെ, വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഫൈനലി ഒരു വേർഡിൽ ഇപ്പോൾ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഫിക്സ് ചെയ്തല്ലോ. ഓക്കെ, എനിക്കൊരു ചെറിയ ഗസ് ഉണ്ട്. ഇല്ല, ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞുതരാം. എന്നാലും എന്റെ ചേട്ടാ അപ്പൊ ഞാന് എലീനയുടെ അടുത്ത് ഒരു വേർഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഒന്ന് കൗണ്ട് ചെയ്യും, 1 2 3 ഒന്ന് കൗണ്ട് ചെയ്ത് സ്നാപ്പ് ചെയ്യുമ്പോ രണ്ടുപേരും ഒന്നിച്ച് അവിടെ മനസ്സിലുള്ള വേർഡ് പറയണേ. എന്നോട് പറഞ്ഞ വേർഡും ഞാൻ സെലക്ട് ചെയ്ത വേർഡ് ഞാൻ പറയണം. അതുപോലെ ഷാജു എത്ര തവണ വേർഡ് ചേഞ്ച് ചെയ്തു? ഞാനൊരു 2-3 തവണ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ കൗണ്ട് ചെയ്യട്ടെ. റെഡി 1 2 3. ഹൗസ്. ഹൗസ് both are similar, right? എന്താ വാക്ക്? ഹൗസ് ഓൾമോസ്റ്റ് സിമിലർ അല്ലേ? റാൻഡംലി ഒരു ബുക്കിൽ നിന്ന്, അതായത് റാൻഡംലി ഒരു ബുക്ക് എടുക്കുക, അതിൽ നിന്നുള്ള ഒരു വാക്കെന്ന് പറഞ്ഞു. പക്ഷെ മേ ബി എനിക്ക് തോന്നി ഹോം എന്നും ഹൗസ് എന്നുള്ള ഹോ എന്നുള്ളൊരു സംഭവം എൻ്റെ അടുത്ത് പക്ഷെ പറഞ്ഞു. ഹി ടോൾ മീ പിന്നെ മാറ്റിയിട്ടുണ്ട്, വേർഡ് മാറ്റി. ആദ്യം ചിന്തിച്ച വാക്കല്ല പിന്നെ എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ഈ സാധനം പറഞ്ഞത്. ദൈവമേ, സൂപ്പർ.